വണ്ണം പോരാ, കുറെ കൂടെ വേണോ? ഗതയൊക്കെ എടുത്ത് കറക്കുവോ? അന്ന് 110 കിലോ ഉള്ള ഞാൻ ഫേമസ് തന്നെ വേണ്ടി ആരോഗ്യപരമായ തയ്യാറെടുപ്പെടുത്ത് ഇപ്പൊ 130 കിലോ ഉണ്ട്. ഇപ്പൊ വീട്ടിൽ പറഞ്ഞു, നാട്ടിൽ പറഞ്ഞു, കൂട്ടുകാരോടെല്ലാം പറഞ്ഞു നാളെ കിട്ടും. കൊടകാളക്കാർ ചോദിച്ചേക്കുന്നത് എന്റെ നാടകം അല്ലെങ്കിൽ വ്ളാത്തങ്കര പള്ളി കളിക്കാന്ന്. വ്ളാത്തക്കര പള്ളിയിൽ ഈ പറഞ്ഞ പുരാണ നാടകം ഇത് കളിക്കാനോ? ആര് പറഞ്ഞു? അവിടെ ബൈബിൾ പുരാണ നാടകം കളിച്ചിട്ടുണ്ടല്ലോ, യോദാശ്ലീഗൊക്കെ കളിച്ചിട്ടുണ്ടോ അവിടെ? എന്താ സ്വകാര്യ? ഇത് ബൈബിളല്ല, ഇത് മഹാഭാരതം. ഇത് ശ്രീകൃഷ്ണന്റെ ചരിത്രമല്ലേ ഈ പറയുന്നത്? അതെങ്ങനെ കൊണ്ട് പള്ളിയിൽ കൊണ്ട് കളിക്കും? അപ്പൊ എന്നെ ഇടിപിടിച്ച് പറഞ്ഞു ഗുണങ്ങളുടെ പരിപാടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാലും എന്റെ കലാപരമായിട്ടുള്ള ജീവിതയാത്രയ്ക്ക് നിങ്ങളൊരു തുടക്കം തന്നേ പറ്റത്തുള്ളൂ. അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്ത്? നിങ്ങൾ കുറെ കാലമായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു, പെങ്ങളുടെ കൂടെ അട്ടിപ്പേറി കിടക്കുക. അപ്പൊ ഞാൻ അവരുടെ സമ്മതമില്ല തന്നെ ചുമന്നുകൊണ്ട് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് നിൽക്കളിയിലാകും. ആരെങ്കിലും സമ്മതം കിട്ടിയാൽ ഞാൻ അന്ന് ചെയ്യാം. അത് എന്നെ കൊണ്ട് പറ്റൂ. സമ്മതം എനിക്ക് സമ്മതമാണല്ലോ. തന്റെ സമ്മതം പോരുന്നു, ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ സമ്മതം വേണ്ടേ? അല്ലാതെ ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് വല്ല നാട്ടുകാരുടെ തല്ലും മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ തല്ലുകൊണ്ട് ഞാൻ കൊള്ളാരോ? ക്ലീറ്റമച്ചമ്പി അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റോസിനോട് പറ. അയ്യോ, ക്ലീറ്റമച്ചമ്പി അറിഞ്ഞാൽ കലിപ്പാണ്, എന്നെ വിടത്തില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ അല്ല, ഇച്ചിരി കലാവാസന നമ്മുടെ കലാമച്ചമ്മിക്കുണ്ട്. അച്ചമ്മിക്ക് എന്നോട് ഇച്ചിരി താല്പര്യം. അച്ചമ്മി വിളിക്കാം. അതാ വിളിക്കും. അച്ചമ്മി ഉറങ്ങോ വരുത്. കലാമച്ചമ്മി പോലെ മച്ചമ്പി. സാറേ നാടകം ഉണ്ടാകുന്നു. നാടകം കഴിഞ്ഞ് വരുമോ സാറേ? എനിക്ക് വേണ്ടി ഒന്ന് ജാമ്യം നിൽക്കണം. എന്ത് പണി കാണിച്ചേ? പറഞ്ഞുകൂട്. ജാമ്യം നാടകത്തിലേ, എൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വരുമോ? അപ്പോൾ ജാമ്യം സാറിന് നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വിചാരിച്ചു വല്ല തട്ടിപ്പ് വെട്ടിപ്പ് ഉണ്ടെന്ന്. അല്ലല്ല സാറിന് അറിയാമല്ലോ, മിക്കയിടത്തും നാടകത്തിന് പോയിട്ട് കഷ്ടിച്ച് 1-2 സ്ഥലത്തു നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളും ഒന്നെങ്കിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെക്കും, അല്ലെങ്കിൽ ചൂളം കവളത്ത് കുത്തും. ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് തുടരുന്നുണ്ടല്ലോ. അതെ, പക്ഷേ ഞങ്ങൾ സിനിമയായിട്ട് പോകുന്നതുകൊണ്ട് ഓടേണ്ട റൂട്ടും ആ ചില സ്ഥലങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഞങ്ങൾക്കറിയാം. ശീലമായി. ഈ ശീലമില്ലാത്ത ഈ പുള്ളിയും വിളിച്ചുകൊണ്ട് പോയിട്ട് വല്ല തല്ലും കിട്ടിക്കഴിഞ്ഞാൽ വല്ല വഴി തെറ്റിപ്പോയാൽ പിന്നെ എനിക്ക് കടക്കപ്രതി ഉണ്ടോ? അതുകൊണ്ടാണ് എനിക്ക് പുരാണ നാടകത്തിൽ ഭീമസേനന്റെ വേഷം തരാന്ന് പറഞ്ഞു. ഭീമനല്ല, ഭീമൻ. ഭീമൻ. ഭീമനല്ല, ഭീമൻ. അതാദ്യം പറയും. ആ സേനൻ. വേറെ സംഭവമുണ്ട് സാറേ, നാടകം ചെയ്യുമ്പോൾ ഡയലോഗ്സ് ചൂട് ചേമ്പ് വായിലിടുന്ന പറയുന്ന പോലെ സ്ഫുടതയോടുകൂടി പറയണം. അയ്യോ തമ്പിണ്ണ, സൺഡേ സ്കൂളിൽ ഞാൻ കുറെ നാടകം കളിച്ചിട്ടുള്ളയാ. എനിക്ക് ഏത് കടിയേട്ട് വാക്ക് എനിക്ക് വായി വരും. ഇത് മണ്ടേ കോളല്ലത്, ഇത് പ്രൊഫഷണൽ ഓർമ്മ വേണം. എന്നിട്ട് എന്താ അവസാനം? അപ്പൊ എനിക്ക് ആ വേഷം ചെയ്ത ആഗ്രഹമുണ്ട്. അപ്പൊ ആരെങ്കിലും ജാമ്യം നിൽക്കണം. ഈ പറഞ്ഞു കേട്ടില്ലായിരുന്ന? അല്ല, ഞാൻ 1-2 സ്ഥലങ്ങളിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് കർപ്പൂരം കത്തിച്ചു. സാറ് വാക്ക് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം, ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യ. ഇത് തന്നെ റിസ്ക് അല്ലേ? നാടകം കളിക്കുന്നതിന് റിസ്ക് ആണ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നീ ഒരു ജാമ്യം ഒരു ജാമ്യം അല്ല കൊണ്ടുപോയിക്കോ. റേഡിയേഷൻ ചെയ്യാൻ അല്ല, സിനിമയിലൊക്കെ എടുക്കുന്നതിന് മുമ്പുള്ള ഓഡീഷൻ അത് ചെയ്യും. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകും, ചില ഒരുക്കങ്ങളൊക്കെ വേണം. അല്ല ചുമ്മാ അങ്ങനെ റേഡിയേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അതിന് പ്രൊഫഷണൽ ആൾക്കാർ വന്നിരിക്കണം, അവർ വന്ന് പറയും, ഇന്റർവ്യൂ ചെയ്യും, അങ്ങനെ സെലക്ട് ചെയ്യും. ഓക്കെ. അല്ല, നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? അല്ല, വ്ളാത്താങ്കര പള്ളി എനിക്ക് കളി തരാന്ന് പറഞ്ഞവര്. അത് ഏതെങ്കിലും നല്ല പരിപാടി നടക്കട്ടെ. അല്ല, ഞാൻ ഉള്ള കളി അവര് തരും. അച്ഛൻ ഒന്നും നീ വല്ലതും കഴിച്ചാ? ഇല്ല, കഴിക്കാം. അത് കഴിക്കാം. ഇപ്പൊ തന്നെ 130 കിലോ ഇതിനു വേണ്ടിയിട്ട് തടി കൂട്ടിയതാ. നീ ഇതിനു വേണ്ടിയിട്ട് കൂട്ടിയതാ? ഭീമസേനൻ. ഭീമൻ ആരെന്നറിയോ? ഭീമസേനൻ എന്ന് പറഞ്ഞാൽ മറ്റേ പുരാണത്തില് അമ്പമ്പിലുമായിട്ട് വന്നത്. അത് പഠിക്കേ, എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം ഭീമൻ ആരാണ്. പാണ്ഡവരിൽ എത്രാമത്തെ ആളാണ് ഭീമൻ? പാണ്ഡവരോ? ശ്രീലങ്ക പോയ നീ അത് പഠിച്ചിട്ട് വന്നാൽ മതി. അല്ല, ഇത് നിന്നാലേ എനിക്ക്. പച്ചമ്മി